അനേകം പ്രിയപ്പെട്ടവർ ക്ഷീണിച്ച് തളർന്നുപോയി ഓട്ടം മതിയാക്കിയ ഒരു ഓട്ടക്കളത്തിലാണ് നമ്മുടെ ആത്മീയ ജീവിതം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ, വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ലോകമോഹങ്ങളെ വിട്ടൊരു ദൈവിക വഴിയിലേക്ക് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ട് ഒറ്റപ്പെടും. കാരണം നമുക്ക് എല്ലാമായിട്ട് ചേർന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെടും, ഏതെങ്കിലും വശങ്ങളിലേക്ക് മാറേണ്ടി വരും. ഒത്തിരി പേര് ആ കാര്യം മനസ്സിലാക്കിയിട്ട് പാതി വഴിയിൽ എത്തുമ്പോഴേക്കും അവർ മടുത്തിട്ട് ഓട്ടം മതിയാക്കുകയാണ്. ചിലരാണെങ്കിൽ ഈ വിശ്വാസ ജീവിതം എനിക്ക് പറ്റിയ പരിപാടിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് വന്ന വഴി പകുതി വഴി ആയി കഴിഞ്ഞപ്പോൾ വേറെ റൂട്ട് പിടിച്ച് വേറെ വഴിക്ക് പോയവരുണ്ട്. ചില ആളുകൾ ഇതൊന്നുമല്ല, അവര് ഇനി എന്നെ കൊണ്ട് പറ്റുകയില്ല, ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞവര് പുറകോട്ട് തിരിഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് പുറകോട്ട് നടക്കുന്ന ആളുകളുമുണ്ട്. പിന്മാറിപ്പോകുന്നവർ പുറകോട്ട് നടക്കുക, ക്ഷീണിച്ച് താഴ്ന്ന മടുത്തിരിക്കുന്ന ഒരുപാട് പേര്. ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരെ ഒന്ന് ധൈര്യപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ക്ഷീണിക്കുവാൻ, മടുക്കുവാൻ, തളരുവാൻ ദൈവം അനുവദിക്കാതെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആലോചന നൽകി, ശബ്ദം നൽകി നിങ്ങളെ മുൻപോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എബ്രായലേഖനം 12:3 നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ പറ്റുന്നത്? അകത്ത് മടുപ്പ് വന്നാൽ, അകത്ത് ക്ഷീണം വന്നാൽ നമ്മൾ മടുത്തിരിക്കും. പുറമേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര മിടുക്കരാണ്, പല കാര്യങ്ങൾക്ക് ഉത്സാഹികളാണ്. പക്ഷെ നമ്മുടെ ഹൃദയം മടുത്തിരിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ റൂട്ട് തെറ്റും, നമ്മുടെ വഴിയിൽ യാത്ര അവസാനിപ്പിക്കും, ഇല്ലെങ്കിൽ തിരിഞ്ഞു നടക്കും, ഇല്ലേ വേറെ വഴിക്ക് കയറി. കർത്താവ് പറയുകയാണ്, നിങ്ങൾ തളരരുത്. എന്തെങ്കിലും മടുപ്പ് ചിന്ത വരികയാണെങ്കിൽ യേശുവിനെ നോക്കിക്കൊള്ളണം. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളണം. ഇസ്രായേൽ മക്കൾ ദൈവം വിളിച്ചിറക്കിയ വഴിയിൽ പകുതി വരുന്ന മുമ്പേ തന്നെ ആദ്യമേ തന്നെ മടുത്തു. അവർ പിറുപിറുക്കാൻ തുടങ്ങി. ഈ പിറുപിറുപ്പിന്റെ വാക്കൊക്കെ വരുന്നത് വിശ്വാസത്തെ ത്യജിക്കുമ്പോഴാണ്, അകത്ത് വിശ്വാസം ത്യജിക്കുമ്പോഴാണ് പിറുപിറുപ്പ് വായിലൂടെ വരുന്നത്. എവിടെയെങ്കിലുമൊക്കെ പിറുപിറുപ്പ് വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ കുറവ് സംഭവിച്ചിരിക്കുന്നു. എന്നെങ്കിലും വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്, വിശ്വാസം ത്യജിക്കാൻ സാധ്യതയുണ്ട്. സഹജനം വഴിയെ വെച്ച് പിറുപിറുത്തു. അവർ ഓട്ടം പൂർത്തിയാക്കാൻ തയ്യാറായില്ല. അബ്രഹാമിനെ നോക്കിയേ, എത്ര മൈലുകൾ ദൂരമാണ് ഇറാഖിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് എത്തിച്ചേരുവാൻ. അവരും അദ്ദേഹത്തിന്റെ കുടുംബവും ഇറങ്ങിത്തിരിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവന്റെ തലമുറയുടെ പേരിൽ ആ സ്ഥലം എഴുതി കൊടുത്തു. ഹല്ലേലൂയ. മടുപ്പുണ്ടാകും. ലോത്തിന്റെ ഭാര്യ അബ്രഹാമിന്റെ സഹോദരന്റെ പുത്രനാണ്. ഒരർത്ഥത്തിൽ അബ്രഹാമിന് മക്കൾ ഉണ്ടായില്ലെങ്കിൽ അബ്രഹാമിന്റെ മുഴുവൻ സ്വത്തും ഈ സഹോദരന്റെ പുത്രൻ ഒരുപക്ഷെ കിട്ടേണ്ടതും കൂടെ ലോത്ത്. പക്ഷെ ലോത്ത് നീരോട്ടമുള്ള സ്ഥലം അന്വേഷിച്ചു. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ നഗരത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നപ്പോൾ ലോത്ത് നീരോട്ടമുള്ളത് അന്വേഷിച്ചു. പട്ടണവാസിയായി ജീവിക്കാൻ തീരുമാനിച്ചു. അവന്റെ ഭാര്യ ആഡംബര പ്രേമിയായിരുന്നു. സുഖലോലുപതയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ദൈവീയ വാഗ്ദത്തങ്ങളൊന്നും വലിയ കാര്യമാക്കിയില്ല. ഒടുവിൽ സംഭവിച്ചത് തീയും ഗന്ധകവും, സൾഫർ ആകാശത്തുനിന്ന് ദൈവം ഭൂമിയിലേക്ക് വർഷിപ്പിച്ച സൊദോം ഗൊമോറയിൽ അവിടുന്ന് വിട്ടുപോരേണ്ടി വരുന്ന സമയത്ത് ആ പിന്മാറ്റം അത് പിന്തിരിഞ്ഞ് നോക്കേണ്ടതായിട്ട് വന്നു. പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ലോത്തിന്റെ ഭാര്യ അവിടെ ഉപ്പുതൂണായി ഭവിച്ചു. പിന്തിരിഞ്ഞ് നോക്കരുത്, പിന്തിരിഞ്ഞ് നടക്കരുത്, വലിയ അപകടമാണ്. നമുക്ക് പ്രതിയോഗിയുണ്ട്, പിശാചാണ് പ്രതിയോഗി. അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുക. അപ്പൊ പ്രതിയോഗി ഉള്ളതുകൊണ്ട് പിന്മാറരുത്, വഴിയിൽ നിൽക്കരുത്, മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക. വിശ്വാസവീരന്മാരെല്ലാം അങ്ങനെ ധൈര്യത്തോടെ മുൻപോട്ട് പോയവരാ, പുറകോട്ട് നോക്കിയില്ല. ഹല്ലേലൂയ. ഏലിയാവ് ഒരു ദുർബല നിമിഷത്തിൽ ഒരു നിരാശയുടെ വാക്ക് പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ, ഇപ്പോൾ മതി. മറ്റുള്ളവരെക്കാൾ ഞാനും ശ്രേഷ്ഠനല്ല, അവരെ പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം
നീ മറ്റുള്ളവരെ പോലെ ആകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, അതിൻ്റെ മുൻപേ ഓടാൻ വേണ്ടി. ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടാൻ ദൈവം നിനക്ക് കൃപ നൽകിയെങ്കിൽ ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ ഓടും. നീ ഈസബേലിന്റെ മുമ്പിൽ വീഴാൻ ദൈവം സമ്മതിക്കില്ല. ദൈവികമായ ഒരു അവസാനം, അന്ത്യം നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിൽ എടുക്കുവാനാണ് ദൈവം ഭാവിച്ചിരിക്കുന്നത്. ചൂരച്ചിലയുടെ അടി കിടന്നിട്ട് ആരും കാണാതെ പോകാൻ വേണ്ടിയല്ല, ചുഴലിക്കാറ്റിൽ അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഒക്കെ എടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഏലിയാവിനെ. നമ്മൾ നിരാശപ്പെടും. ഒരു കാര്യം ഓർക്കണം, ഇന്ന് നിങ്ങൾ നിരാശപ്പെടുന്ന നിങ്ങളുടെ സാഹചര്യം വെച്ചൊരു അവസാനം നിങ്ങൾക്കില്ല. ദൈവം എന്തായാലും ശ്രേഷ്ഠമായ ഒരു അവസാനമാണ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യം കൊണ്ട് ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. ദൈവികമായ ഒരു പൂർത്തീകരണമുണ്ട്. ആമേൻ പറഞ്ഞു. ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഈ ദൂതം നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളുടെ മേൽ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട്. ഇല്ല, നിങ്ങളിത് കേൾക്കാൻ ദൈവം അവസരം നൽകിയെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് ഓടും. ദൈവം നിങ്ങളെ കൊണ്ടുപോകും, ചിലരെ വലിച്ചുകൊണ്ടുപോകും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് അത്ര നിങ്ങളെ ഇഷ്ടമാണ്, ദൈവത്തിന് അത്ര നിങ്ങളെ ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന് ബോധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യോശുവ പറയുകയാണ്, യോശുവയും കാലേബും പറയുക. കാലേബ് പറയാണ്, എനിക്ക് ഇനിയും ശക്തിയുണ്ട് ഓടാൻ. എനിക്ക് വലിയ ഹെബ്രോൻ മലയൊക്കെ ഇങ്ങോട്ട് തന്നേര്, ഞാൻ ആ ദേശം കീഴടക്കിക്കോളാം. അനാക്കിയ മല്ലന്മാരെയൊക്കെ ഞാൻ ഓടിച്ചോളാം. ഹല്ലേലൂയ. യോശുവ പറയാണ്, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ശത്രുക്കൾ നമുക്ക് ഇരയായിത്തീരും. ഒരു പോസിറ്റീവ് എനർജിയാണ് അത്. എന്താ പറയുക, മനഃശാസ്ത്രപരമായ വാക്കായിരിക്കാം, പക്ഷെ ബൈബിൾ ഭാഷയിൽ ഒരു വലിയ വിശ്വാസമാണ്. ദൈവത്തെ അത്രമാത്രം ആഴമായ വിശ്വാസം. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കീഴടക്കും, അവർ നമുക്ക് ഇരയായിത്തീരും. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കുന്നു, മുൻപിലുള്ളതിന് വേണ്ടി ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. പിന്മാറരുതേ, പിന്തിരിയരുത്. എബ്രായ ലേഖനം 11-15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ അവസരമുണ്ടായിരുന്നു. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിച്ചില്ല. യഹോവയായ ദൈവം നമ്മുടെ ദൈവം. ആമേൻ. ദൈവം പറയും, അവൻ എൻ്റെ മകൻ, അവൾ എൻ്റെ മകൾ. മടുക്കരുത്, ക്ഷീണിക്കരുത്, നിങ്ങൾ ഇനി മുമ്പോട്ട് പോകും, ശക്തമായി പോകും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെയാണ് ഈ ദൂത് പറയുന്നത്. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ മക്കൾ ഒത്തിരി കഷ്ടത അനുഭവിച്ചു, ഒത്തിരി വേദനപ്പെട്ടിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ ഇനി നിർത്തിയാൽ മതി, തിരിച്ചു പോയാൽ കൊള്ളാമെന്ന് ചിന്തിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുൻപോട്ട് പോകാനുള്ള ദൈവിക ബലവും കരുത്തോടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രലോഭനങ്ങളെയും പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള ദൈവികമായ കരുത്ത് കാര്യങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവികമായ പൂർത്തീകരണത്തിലേക്കും വാഗ്ദത്തങ്ങളിലേക്കും അവർ എത്തട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാ ദിവസവും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുകയും അനേകർക്ക് പങ്കുവെക്കുകയും ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറാണ്, മെസ്സേജ് ആയിട്ട് അയക്കുക. ചിലപ്പോൾ വിളിച്ചാൽ ലഭിച്ചില്ലെന്ന് വരും. നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് അയക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.